ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡ്രീം യുഗാണ് വണ്ടി കേട്ടോ. നിലവിൽ നമുക്ക് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് സെൽഫിലും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, കിക്കർ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണം, എയർ ചെക്ക് ചെയ്യണം, ജനറൽ സർവീസ്, പെട്രോൾ ലീക്ക് ഉണ്ട്, വാട്ടർ സർവീസ് ചെയ്യണം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ വണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്ലഗിൻ്റെയാണ് കംപ്ലയിൻറ്റ്. പക്ഷേ ഇതുമ്പോൾ കിടന്നിരുന്ന പ്ലഗ്ഗാണിത്, പുതിയ പ്ലഗ്ഗാണ്. ഞാൻ അതിന് ശേഷം ഒരു പുതിയ പ്ലഗ് ഇട്ടതിന് ശേഷം വണ്ടി സ്റ്റാർട്ടായി, വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു. മിസ്സിങ് ഉണ്ട്, പക്ഷെ എന്നാലും വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് പുത്തൻ പ്ലഗ്ഗാണ്. ആ പ്ലഗ് ഷോർട്ടായി പോയി. അപ്പോൾ ഈ നമ്മളിപ്പോൾ പുതിയ പ്ലഗ് ഇട്ടു എന്ന് പറഞ്ഞാലും അതും ഷോർട്ടാവും. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി പെട്രോളിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, പെട്രോൾ ഓവർഫ്ലോ പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട് വണ്ടിക്ക്. അത് കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ പെട്രോൾ കൂടുതൽ ഇറങ്ങി ചെന്നാലും ഈ പറഞ്ഞ പോലെ പ്ലഗ് അടിച്ച് പോകും. ഇത് കാർബേറ്റർ അസംബ്ലി ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. മൊത്തം ദ്രവിച്ചൊരവസ്ഥയിലിരിക്കണം. ഇതുണ്ട, മൊത്തം ദ്രവിച്ച് പോയേക്കാം. അതിൻ്റെ മെയിൻ കാരണം ഇപ്പോഴത്തെ പെട്രോളിൽ ആഡ് ചെയ്ത് വരുന്ന എത്തനോളാണ്. അപ്പോൾ ഇതുമിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, മാറ്റി പുതിയത് വെക്കേണ്ടി വരും. ദ്രവിച്ച് അതിൻ്റെ ഉള്ളിൽ കിടക്കണേ കാണണം കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ പൊടിഞ്ഞു പോവാണ്. അപ്പോൾ കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കണം. പുതിയത് വെച്ചതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിയാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ പെട്രോൾ കൂടുതൽ ചെന്നിട്ട് തന്നെയാണോ ഈ പ്ലഗ് അടിച്ച് പോണ കേസ് കംപ്ലയിൻ്റ് ഉള്ളതെന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അതല്ലാതെയും കംപ്ലയിൻറ്റ് വരും. കാരണം സിലിണ്ടറിനകത്ത് സ്ക്രാച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയും അതിനകത്തേക്ക് ഓയിലിൻ്റെ ഇത് കയറി വരുമ്പോഴും പ്ലഗ് അടിച്ച് പോകണ കംപ്ലയിൻറ്റ്. പക്ഷേ ഓയിൽ കണ്ടൻറ്റ് കുറവാണ്. പക്ഷേ എന്നാലും കാർബേറ്റർ അസംബ്ലി മാറ്റി വെച്ചതിന് ശേഷം വണ്ടി ഓടിച്ചിട്ട് പ്ലഗിനകത്ത് കാര്യമായിട്ട് കാർബൺ വരുന്നില്ലെങ്കിൽ മാത്രമാണ് അത് ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് അത് കൃത്യമായിട്ട് നോക്കി എന്താണ് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വിലയിരുത്തി അത് കൃത്യമായിട്ട് ചെയ്താലാണ് ആ കംപ്ലയിൻറ്റിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. എന്തായാലും കാർബേറ്റർ അസംബ്ലി കംപ്ലയിൻ്റ് ആണ്. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റും ഉണ്ട്, ഈ പറഞ്ഞ പോലെ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ കാർബേറ്റർ അസംബ്ലി നമുക്ക് മാറ്റി പുതിയത് വെക്കുക തന്നെയാണ് മാർഗ്ഗമുള്ളൂ, വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ, അപ്പോൾ എയർ ഫിൽറ്ററൊന്നും വലിയ പഴക്കമില്ല, ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്താൽ, ചെയിൻ ലൂസാണ്, ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്തിടാം. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വണ്ടിക്ക് ഒരു വെട്ടൽ പാളൽ കാണിക്കുന്നുണ്ട്. അത് ഇതുമ്പോൾ കിടക്കുന്ന ടയർ റീസോൾ ചെയ്തേക്കുന്ന ടയറാണ്. റീസോൾ ചെയ്ത ടയറിൻ്റേതായിട്ടുള്ളൊരു പാളലാണ് ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കാം. പിന്നെ ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഈ ഒരു സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം ബ്രേക്കിൻ്റെ ഭാഗം കേട്ടോ. ബാറ്ററി സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കുറേ നേരം സെൽഫ് അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ച് ഡിസ്ചാർജ് ആയതാണ്. 2025 ബാറ്ററിയാണ്. അത് ഓൾറെഡി ചാർജ് ചെയ്താൽ കയറി വന്നോളും, വേറെ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയില്ല. അത് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നോക്കാം. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചപ്പോൾ കുറേ നേരം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ ചാർജ് ഇറങ്ങിപ്പോയതാണ്. പിന്നെ പ്ലഗ് ഞാൻ ഈ പറഞ്ഞ പോലെ പുതിയത് ഇട്ടിട്ടുണ്ട്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഹാൻഡിലിൻ്റെ ഇവിടുത്തെ തന്നെ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്. ആ ബെയറിങ് കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വണ്ടി ചെറിയൊരു കട്ടറി ചാടിയപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കിടന്ന് ഇളകണ പോലൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അത് കോൺസെപ്റ്റിൻ്റെ പ്രശ്നമാണ് കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ടയർ നോക്കിയാൽ തീരെയില്ല, ഒട്ടുമില്ല. ഫ്രണ്ട് ടയറും പറ്റ മുട്ടയായിട്ട് നിൽക്കണേ, മാറ്റി കളയേണ്ട അത്യാവശ്യമാണ്. ഫ്രണ്ട് സൈഡിൽ ഫോർക്കിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട് ഫോർക്ക് ഓയിൽ ലീക്കാണ് വന്നേക്കുന്നത് കേട്ടോ. പ്രത്യക്ഷത്തിൽ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ പൈപ്പുമ്മ സ്ക്രാച്ച് ഉള്ളതായിട്ട് കാണുന്നില്ല. പക്ഷെ അത് അഴിച്ച് നോക്കിയാലാണ് അതിൻ്റെ ഈ വർക്ക് ചെയ്യുന്ന ഭാഗത്ത് പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അത് അഴിച്ച് ഓയിൽ സീൽ മാറ്റാനായിട്ട് അഴിക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി പൈപ്പിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതും കൂടി റെഡിയാക്കാൻ കണക്കാക്കിയിട്ടേ അഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തൊടാൻ നിൽക്കരുത്. കാരണം അത് അഴിച്ച് കംപ്ലയിൻ്റ് ആണെങ്കിൽ പിന്നെ തിരിച്ച് കയറ്റൽ നടക്കില്ല. നമ്മൾ ഓയിൽ സീൽ കയറ്റിയാലും നിൽക്കില്ല, ആ പൈസ പോകും. അപ്പോൾ ഫ്രണ്ട് സൈഡ് ഫോർക്ക് ഓയിൽ ലീക്കാണ്, മൊത്തം ഈ ഓയിൽ ഒഴിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് കണ്ട കംപ്ലയിൻ്റ് ഞാൻ എടുത്ത് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ശരിക്കും നിലവിൽ നമുക്ക് പ്ലഗ് പോകണൊരു കംപ്ലയിൻ്റ് ഉണ്ട് വണ്ടിക്ക്. കാരണം പുതിയ പ്ലഗ്ഗാണ് കിടക്കുന്നത്, അത് അടിച്ച് പോകുന്നുണ്ട്. അത് കാർബേറ്ററിൻ്റെ ആണെന്ന് വേണം നമുക്കിപ്പോൾ അനുമാനിക്കാനായിട്ട്. അത് കാർബേറ്റർ മാറ്റി വെച്ചതിന് ശേഷം വണ്ടി ഓടിച്ച് നോക്കി പ്ലഗിൽ കാര്യമായിട്ട് കരി കയറണില്ല എന്നെങ്കിൽ മാത്രമാണ് അത് സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിക്കണം, അത് അറിഞ്ഞിരിക്കുക കേട്ടോ. സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. കാർബേറ്റർ അസംബ്ലി നമുക്ക് എന്തായാലും മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുക, ബാറ്ററി ചാർജ് ചെയ്തിടാം, ചെയിനും ബ്രേക്ക് കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യുക. അതാണ് അത്രയും മന്നെ ബാക്കിയിട്ട് വർക്ക്. കോൺസെറ്റ്, ഫ്രണ്ട് ഫോർക്ക്, ഫ്രണ്ട് ടയർ ഇതൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് പറഞ്ഞോണം. എന്നിട്ട് വേണം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വലിയൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് ഫ്രണ്ട് കംപ്ലയിൻ്റ് ഉണ്ട് സംഭവം. കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ആണ്, ഫോർക്ക് ലീക്ക് ഉണ്ട്, ഫ്രണ്ട് ടയർ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് ഇടാം.
വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് വിളിക്കുക, അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. വർക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. ബാക്കിലത്തെ ടയർ കട്ട ടയർ അടക്കണേ, അത് റീസോൾ ചെയ്ത ടയറാണ്, അതിൻ്റെ ഒരു വെട്ടൽ വണ്ടിക്ക് ഉണ്ട്. ഓക്കെ, വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ, അതനുസരിച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ.